ചേട്ടേ കാരണം അവർ മുറ്റത്തോട് മുലാത്താണല്ലോ. നിങ്ങൾ കാര്യം പറ, പ്ലാൻ പറ. ആദ്യം 500 മുതലുള്ള ഒരു സൈഡിൽ പോയി നില്ല്. ശരി, ഞാൻ നിന്നു. ന്യൂ ഇയർ ആയിട്ട് ഇവിടെ കിടന്ന് കറങ്ങിയാൽ മതിയാ. അതല്ലേ ഞാനും പറയുന്നേ. നമുക്കൊന്ന് ചില്ല് ചെയ്യണ്ടേ? ഒരു സാധനം പറയട്ടെ. അതായത് നമ്മള് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ആരും പോവാത്ത സ്ഥലത്ത് പോകണം. കറക്റ്റ് അല്ലേ? എന്റെ ഒരു സ്ഥലമുണ്ട്, ആരും പോയിട്ടില്ല, ഫ്രഷ് എന്റെ വീട്. അവിടെ പോയി ചുട്ട കപ്പയും കിഴങ്ങുന്നതിനല്ലേ ഞാൻ പറഞ്ഞില്ല. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നന്നായിട്ട് വൈബ് ചെയ്യണം. ഞാൻ എന്റെ ബാംഗ്ലൂർ ട്രിപ്പും ക്യാൻസൽ ചെയ്തിട്ടാണ് ഐ എം സ്റ്റാൻഡിങ് ഹിയർ. ഐ നീഡ് ടു പാർട്ടി. ഓഫ് കോഴ്സ്. ഓക്കേ, വേറെ ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ എന്തെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ന്യൂ ഇയർ ഒക്കെ വൈബ് ചെയ്യണം. ഇനി എത്ര പോയെന്ന് ആരൊക്കെ പോയി എന്തൊക്കെയെന്ന് പറഞ്ഞാലും പോകണമെങ്കിൽ ഗോവയിൽ പോകാം. ഗോവ നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ഒരു 100 ചില്ലോനം മട്ടം പോയിട്ട് പറ്റുമോ? ഒരു 50 വട്ടം പോയിട്ടു. എങ്കിലും ഫ്രഷ് ആണ് ഗോവ. പക്ഷെ ഒരു കാര്യമുണ്ട്, ചേച്ചിനോട് പറഞ്ഞിട്ട് വേണ്ടേ നമുക്ക് പോവാൻ. ചേച്ചിക്ക് തായ്ലൻഡ് ട്രിപ്പ് ഉള്ളതുകൊണ്ട് ചേച്ചി ഞങ്ങളോട് വരൂല എന്നറിയാം. ഞങ്ങളൊന്ന് ഗോവയ്ക്ക് പോയിട്ട് വരട്ടെ. ചേച്ചി ഒന്ന് ചില്ലിയിട്ട് പോയിട്ട് ചേച്ചി എന്ത് കേട്ടി? നമ്മൾ എത്ര നാളായി ഇവിടെ. ആദ്യമായിട്ടാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഒരു പ്ലാൻ ഇടുന്നത്. ചേച്ചി സമ്മതം മൂളൂ ചേച്ചി. ശരി ശരി, എൻജോയ് ചെയ്യൂ. ചേച്ചി സമ്മതിച്ചു. അപ്പൊ നമ്മൾ എവിടെ പോകുന്നു? ഗോവ. എന്തുകൊണ്ടാ ഇത് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ഓടുന്നത്? കാണാത്തത് കാണുമ്പോ ഒരു ആക്രാന്തം കാണൂടാ. പോയി അടിച്ചടിച്ച് കുളിക്കട്ടെ പോട്ടെ. അത് തന്നെ സ്മോളെങ്കിലും കുട്ടിയെങ്കിലും നീ ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും ശബ്ദം വല്ലതും ചെയ്തായിരുന്നാ? കാരണം ഞാൻ ന്യൂ ഇയർ ആയിട്ട് ഞാൻ വിചാരിച്ചു കുടി നിർത്താം, അങ്ങനെ ഒരു ശബ്ദം എടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ കുടിക്കൂലാത്തോണ്ട് എനിക്ക് ആ ശബ്ദം എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു പെമ്പിള്ളേരെ വായി നോക്കണ്ട എന്നൊരു ശബ്ദം എടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പെമ്പിള്ളേരെ വായി നോക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ആ ശബ്ദം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിനക്ക് പറ്റിയ ഒരു ശബ്ദമുണ്ട്. എന്താണ്? നുണ പറയൂലെന്നൊരു ശബ്ദം എടുക്കാൻ പറ്റും. വാ തുറന്ന നുണ. 24 മണിക്കൂർ പെണ്ണുങ്ങളെ മായി നോക്കി വെള്ളം അടിച്ചെടുക്കാൻ ശബ്ദം. എന്നാ പിന്നെ അണ്ണൻ എടുക്കാൻ പറ്റിയ ശബ്ദം ഞാൻ പറഞ്ഞേട്ടാ. അതായത് ചീത്ത കൂട്ടുകെട്ടുകളിൽ ഇനി കൂടില്ല എന്നൊരു ശബ്ദമാണ് അണ്ണൻ. അപ്പൊ നീ എന്റെ കമ്പനി വിട്ട് പോവേണം. എന്റെ ഉള്ളിൽ ഏറ്റവും കഴുപ്പണം കെട്ട കൂട്ടുകാരൻ നീയാണ്. ആഹാരവും കണ്ടിട്ടില്ല, വെള്ളവും കണ്ടിട്ടില്ല. കഷ്ടം. ഇതെന്ത് ചെയ്യാറെന്ന് പറ. നമ്മളതിനെ പിടിച്ച് തിന്നൂടെ? അതെനിക്കറിഞ്ഞൂടാ അണ്ണാ. ഞാൻ വേറെ സംഭവം അറിയാമോ? എന്തായാലും 2026 ആവുന്നു. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് 2025 ഭയങ്കര മോശമായിരുന്നു. അണ്ണന് 2025 എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നല്ലായിരുന്നടാ. പിന്നെ 3-4 സിനിമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സിനിമാക്കാർക്കായിരുന്നു മോശം സമയം. അതാണ് പ്രശ്നം. എന്റെ 2025 എന്നറിയാമോ? എനിക്ക് കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സാമ്പത്തിക വഹിച്ചൊരു പ്രശ്നമായിരുന്നു. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ തന്നെ ഞാൻ ശ്വേത ചേച്ചിരുന്ന് പൈസ കടം മേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത്ര പിന്നെ അതും ഞാൻ ചേച്ചിയുടെ അടുത്ത് കാല് പിടിച്ചപ്പോഴും ചേച്ചി എനിക്ക് പൈസ എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ പോയി കാല് പിടിച്ചാടാ? പിന്നെ എനിക്ക് ചെറിയ വിഷമമായി. മോശമല്ല ഒരു ആർട്ടിസ്റ്റിന്റെ കാല് നീ കാല് പിടിച്ചു പോയി. അല്ല അത് കുഴപ്പമില്ല, കാല് പിടിച്ച് വിളിച്ചു ചോദിക്കാം. നീ ഒരു ആർട്ടിസ്റ്റ് കാല് പിടിപ്പിച്ചു ചെയ്യണ്ട. നീ ഒരു ആണല്ലേടാ. വിളിച്ചു ചോദിക്കും. അല്ലാതെ മോശമാണ് പൈസ തന്നിട്ടേ. അത് ചിലപ്പോ എടുക്കൂലേ. ബെല്ലുണ്ട്. അപ്പം തായ്ലൻഡിൽ പോയില്ല, ബോംബെ കിടന്ന് ഇറങ്ങണേ ഉള്ളൂ. ഹലോ ഹലോ. ആ ചേച്ചി. ചേച്ചി കുട്ടിയെങ്കില് ചേച്ചിയുടെ കാല് പിടിച്ചായിരുന്നാ? പിടിച്ചു. ചേച്ചി പാസരം കാലിലുണ്ടോ? ഇല്ലടാ. കുഞ്ചൂരിലെ ആ വൈപ്പ് നഖോ? അതുമില്ലേ? നീ മിക്കാറാകത്താവും. മോശന ശ്രമത്തിനാ? അല്ലല്ല, ബുക്കോട്ടെ പറയാൻ പറ്റിയത് ഡ്യൂപ്ലിക്കേറ്റായിട്ടുള്ള കിടക്കുന്നത്, അതുകൊണ്ടാ പോയത്. അല്ല എന്നാലും ഞാൻ ചോദിക്കട്ടെ. അപ്പഴേ പറഞ്ഞല്ലേ ബട്ടർ സ്കോച്ച് മതി. അപ്പൊ നിനക്കായിരുന്നു പിസ്ത മതി. ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഉണ്ടെന്ന് അറിയാമോ? 28. അല്ല, ഇന്നോട്ട് 27 ഉള്ളൂ. ഇല്ല 28. ഇന്ന് തൊട്ട് 27 ഉള്ളടാ. അത് ഗോവ മിക്കറി 2 ഇന്ന് തന്നെ തിന്നു തീർക്കും. ഞങ്ങൾ ഈ തിന്നുന്നതിനും കുടിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. തിന്നുന്നതിനും കുടിക്കാനും തിന്നുന്നതിന്റെയും കുടിക്കുന്നതിന്റെയും കാര്യം പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് മദ്യപിക്കരുത്. കാരണം എന്താണെന്നറിയോ? ഞാൻ മദ്യപാനത്തിനെതിരാണ്. മദ്യപാനം എനിക്കെതിരെയും. അതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമല്ല. മദ്യപിക്കരുത്, കേട്ടല്ലോ? പോണ പോക്കണ്ട വിചാരിക്കുക ഇവിടെ മരിപ്പെന്ന്. കേരളത്തിൽ ആവശ്യം പോലെ തെങ്ങുണ്ട്, തേങ്ങയുണ്ട്, കരിക്കുമുണ്ട്. ഇവിടെ വന്നിടുന്ന കരിക്കിനിടുന്ന തള്ളുന്നു. ഇങ്ങനെ 2 എണ്ണം. അണ്ണാ, സംസ്ഥാനം മാറിയാലും ആക്രാന്തം മാറും. അതങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ എന്തെന്ന് പറഞ്ഞാലും ഒരു ന്യൂ ഇയർ എന്നല്ല എന്തെന്നൊരു ആഘോഷം വന്നാൽ നമ്മൾ 2 എണ്ണം അടിക്കണം. അടിക്കാം. മദ്യമില്ലാതെ നമുക്കൊരു ആഘോഷം ഉണ്ടോ? ഞാൻ എന്തറിയാമോ? നിങ്ങൾ വേറെ ഒന്നുമില്ല, നമുക്ക് 2 എണ്ണം അടിക്കാനുള്ള സെറ്റപ്പ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അണ്ണൻ ഗോവയില കണ്ണാടി ചില്ല് കുപ്പിയിലിരിക്കുന്ന കിടിലം മദ്യം കഴിച്ചിട്ടുണ്ടോ? ഗോവൻ മദ്യം. ഇല്ലടാ. ആ സാധനം അടിച്ചിട്ടില്ല? ഇല്ല.
എവിടെ തപ്പിച്ചതാ? അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പിള്ളേര് വരുന്നതിന് മുമ്പേ അവരറിയില്ല. ഈ രണ്ടെണ്ണം അടിച്ച ഓവറാണ്. നിന്റെ കണ്ണ് ബൾബ് മിന്നുന്ന മിന്നും. നിങ്ങൾ രണ്ടെണ്ണം അടിച്ചാൽ ജില്ല മറക്കുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം അടിക്കും. നമ്മൾ അടിച്ചിട്ട് അതുപോലെ ഇത് ഇവിടെ വെക്കുന്നു. അതെ. മനസ്സിലായില്ലേ? ആരും അറിയരുത്. ഇത് 5 എണ്ണം അണ്ണാ, ഞാൻ ഇവിടെ വെക്കാം. ഇവിടെ വെച്ചേക്കാം. നമുക്കത് അവനോട് ഓക്കെ നീ തുടങ്ങ്, ഞാൻ പറയണ്ട. Guys, how's the vibe? എല്ലാം okay അല്ലേ? All set അല്ലേ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ, ബാ പറയാം. ഇരിക്കുന്ന ഞാൻ വീണുടഞ്ഞ താഴികക്കുടം ആരൊരുക്കി മാല തീർത്തുവോ. നീ അത് വായിക്ക്. ഇവിടത്തെ ഗോവൻ മദ്യ വിരുദ്ധ സമിതിയായിട്ട് ഞാനൊരു ടൈപ്പ് ഉണ്ടാക്കി. അതിനിടയ്ക്ക് അതും ഉണ്ടാക്കിയ അണ്ണാ, ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ടൈപ്പ്. നീ വായിക്കും. അവരുടെ 5 പോയിന്റ്സ് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. ആദ്യത്തെ നീ അങ്ങ് വായിച്ചു കൊടുക്കും. ഇതെല്ലാം മനസ്സിലാവട്ടെ. ആദ്യത്തെ വായിക്കട്ടെ. കരച്ചിൽ വരും. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലും കണ്ണീര് പൊഴിയുന്ന വാർത്തകൾ. കണ്ണീര് മാത്രമല്ല, ചില സമയത്ത് ചോരയും പൊഴിയോന്ന് പറ. രണ്ടാമത് കേക്കണ. കേക്ക് കേക്ക്. മദ്യപാനം ഉണ്ടാക്കുന്ന വേദന നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റില്ല. മനസ്സിലായോ? ചിലപ്പോ ഇവനറിയാൻ പറ്റുമായിരിക്കും. നിനക്കറിയാൻ പറ്റൂടാ? കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ എനിക്ക് ആ വേദന മനസ്സിലായി തുടങ്ങി. അടുത്ത കേക്ക്. എന്താടാ? മദ്യം കുടുംബ ജീവിതത്തിൽ വലിയ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. ജന്മനാ ഉള്ള വിള്ളലിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്റെ പേടി. പുതിയ വിള്ളൽ കൊണ്ട് വന്നേക്കണം. കുടുംബജീവിതത്തിന് മാത്രമല്ല, അതിന്റെ ഇടയിൽ കൂടെ ദാമ്പത്യത്തിലോട്ട് ഒരു കടന്നുകയറ്റം നടക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. ഇതൊക്കെ പറയുമ്പോഴേ ശ്രദ്ധിച്ചിരുന്ന് എല്ലാം കേക്ക് വിട്ട കേറാറതിന് 3 ചില്ലും കൂടെ വീണ്ടും കയറി. മിന്നിട്ട് അരക്കുന്ന പോലെ അരപ്പിക്കല്ലേ അവിടെ ഇരിക്കട്ടെ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അത് നിങ്ങൾ വിഷമിക്കൂട്ടാ. മദ്യം എന്ന് പറഞ്ഞ ഒരു നീറ്റലാണ്. നീറ്റലാണ്. പിന്നെ അത് ഒരു വഴിയാണെങ്കിൽ എന്ത് പ്രശ്നം? നീറ്റലാണ്, പുകച്ചിലാണ്, തരിപ്പാണ്, കിരികിരിപ്പാണ്, എന്തൊക്കെയാണ്. ഇപ്പൊ മസിൽ പിടുത്തൊക്കെ വീണത് കണ്ണീരാണേ, കുപ്പിച്ചില്ലല്ല. അതെ, ഇതൊക്കെ പറഞ്ഞ് നിങ്ങക്ക് മനസ്സിലായോ? നിന്റെ ഉള്ളില് കറക്റ്റ് ആയിട്ട് കേറിയോ? ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ഇതൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ. നല്ലൊരു വർഷമാണ്. അപ്പൊ ആ വർഷം നല്ല രീതിയിൽ തുടങ്ങണം. നീ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, ഹാപ്പിയാണ്. അപ്പൊ ഇനി മദ്യം കൈ കൊണ്ടോ വാ കൊണ്ടോ തൊടില്ലാന്ന് സത്യം കൊണ്ടോ വാ കൊണ്ടോ ഞാൻ തൊടൂല. അയ്യോ, എനിക്ക് ഈ സത്യം ചെയ്യിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്റെ ശരീരം മദ്യം കൈകൊണ്ടും വാകൊണ്ടും അല്ലാതെ വേറൊരു സ്ഥലം കൊണ്ട് തൊട്ട് അവിടുന്ന് കൗണ്ടർ അടിച്ചോണ്ടിരിക്കുവാണ്. നമ്മള് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നതല്ലേ? നമുക്ക് കുപ്പിയിൽ അടപ്പൂടെ അടിച്ചകത്ത് കയറ്റിയേ.